വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് ഒന്നും കഴിക്കരുതെന്ന് പറയുന്ന ഉണ്ടല്ലോ, ഇല്ലയോ? നിങ്ങൾക്കറിയാമല്ലോ അത്. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ്? മറ്റ് സഭാംഗങ്ങളിലൊക്കെ അത് ചെയ്യാറുണ്ട്, കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വരും. മാർത്തോമാ സഭയിലോ കത്തോലിക്ക സഭയിലോ ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലായിരിക്കും. നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്, വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തുവിന്റെ ശരീരം, തിരുശരി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണല്ലോ, അല്ലേ? ക്രിസ്തുവിനെ സ്വീകരിക്കുക. യേശു ക്രിസ്തു ജനിച്ച ഉദരം, അതിനെപ്പറ്റി പറയുന്നത് എന്താ? കന്യകയുടെ ഉദരമാണ്, അല്ലേ? വേറൊരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ല, കന്യകയുടെ ഉദരമാണ്. ഒരു കുഞ്ഞിനെ ജന്മം നൽകിയിട്ടുണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? അതിന് യേശു ക്രിസ്തു ആണല്ലോ. പക്ഷേ യേശു ക്രിസ്തു കന്യകയുടെ ഉദരത്തിലാണ് ജനിച്ചത്. ക്രിസ്തു കന്യകയുടെ ഉദരത്തിലാണ്. അവൾ കന്യകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കാനായി വരുമ്പോൾ ആ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്റ്റേണൽ ബോഡി അന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. അത് ചെറുതായാലും വലുതായാലും വെള്ളമായാലും കടുങ്കാപ്പി ആയാലും ചിക്കനായാലും എന്താണെങ്കിലും, മനസ്സിലായില്ലേ? കന്യകയായിരിക്കണം അന്നത്തെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത് നിങ്ങൾക്കറിയാമല്ലോ, യേശുക്രിസ്തു കയറിയിരിക്കാനായിട്ട് ഒരു ഓശാനയ്ക്ക് കഴുതക്കുട്ടിയെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ കഴുതയ്ക്ക് ഒരു പ്രത്യേകത പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആരും സത്യത്തിൽ ഒരു കഴുത കുറെ മനുഷ്യനെ പരിചയമുള്ള, ഈ മനുഷ്യനെയൊക്കെ വെയിറ്റൊക്കെ എടുത്ത് മനുഷ്യനെയൊക്കെ ആയിട്ട് പരിചയമുള്ള കഴുതിയായിരുന്നു ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ക്രിസ്തു കയറിയത് എവിടെയാ? അവിടെയാ ക്രിസ്തു ഇരുന്നത്. അതാണ് പ്രധാനം. അങ്ങനെ ആരെങ്കിലും കഴുതിയായിരുന്നു കുഴപ്പമുണ്ടായത് കൊണ്ടല്ല. ക്രിസ്തു കയറിയത് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയുടെ മുകളിലാണ് ക്രിസ്തു കയറിയത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉദരത്തിൽ ക്രിസ്തുവിനെ കയറ്റുകയാണല്ലോ. അപ്പൊ ആ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം മറ്റാരും കയറിക്കൂടരുത്. യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പം ക്രിസ്തുവിനെ വെച്ച് ഒരു കല്ലറയുടെ കഥ പറയുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? ആരെയും ഒരിക്കലും വച്ചിട്ടില്ലാത്ത. സാധാരണ യഹൂദന്മാരാണെങ്കിൽ അവരെ അടക്കുന്നത് പിതാക്കന്മാർ, അബ്രഹാമിനെ ഒക്കെ അടക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇസ്ഹാക്കും യാക്കോബും ഒക്കെ അടക്കപ്പെട്ടത് എവിടാ? അബ്രഹാമിന്റെ കല്ലറയിലാണ്. അവിടെയാണ് അടക്കപ്പെട്ടത്. പിതാക്കന്മാരോട് ചേർന്നു എന്നാ പറയുന്നത്. പക്ഷെ ക്രിസ്തുവിനെ വെച്ചത് അങ്ങനെ ഒരു ആരെയും വെച്ച കല്ലറയിലല്ല. കാര്യം അവന് ഭൂമിയിൽ പിതാവില്ലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ആരെയും ഒരിക്കലും വച്ചിട്ടില്ലാത്തടത്താണ്. അതുകൊണ്ട് ആ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നും അവിടെ മറ്റൊരു എക്സ്റ്റേണൽ ബോഡി വയ്ക്കരുത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൗദാശിക ബന്ധത്തിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ആ ഒരുക്കം നമുക്ക് ആ ഒരുക്കത്തോടെ വന്ന് കൗദാശിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണം.